ബാച്ചിലേഴ്സ് നേരിടുന്ന വലിയ പ്രശ്നമാണല്ലോ ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് നാടൻ ഫുഡുകൾ. അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓരോ ദിവസം എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഫുൾ റെസിപ്പിയാണ് ഈ വീഡിയോയിലൂടെ. ഒരു ദിവസത്തെ റെസിപ്പി എന്ന് പറയും. ഇതുപോലെ തുടർന്ന് ഓരോ ദിവസവും ഓരോ ആഴ്ച എന്തൊക്കെ വെക്കാം എന്നുള്ളതിൻ്റെ കറിയും കൂട്ടാനും ഉപ്പേരിയും എല്ലാം അടങ്ങിയ നല്ല അടിപൊളി വീഡിയോ തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയും കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലുള്ളത് നല്ല ചോറും മത്തി പൊരിച്ചതും കുമ്പളങ്ങ കറിയും പയറുപ്പേരിയുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് വിട്ടാലോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നാടൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട പണിയാണ് ചോറ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത്. ചോറ് വേവിക്കാൻ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറും ടൈം എടുക്കും. ഓരോ അരിയുടെ വ്യത്യാസം അനുസരിച്ചിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 8 പേർക്കുള്ള വിഭവങ്ങളാണ്. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അരി വേവിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം അരി ചേർത്ത് കൊടുക്കും. നല്ല പാലക്കാടൻ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. 4-5 പ്രാവശ്യം വാഷ് ചെയ്യുന്നുണ്ട്. ഈ അരിക്ക് 1.5 മണിക്കൂറോളം 1 മണിക്കൂർ 1.5 മണിക്കൂറോളം വേവുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുക്കേണ്ടി വരും. അരി ചേർത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. അതിൽ വെള്ളം കുറവാണെങ്കിൽ മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ കറിയാണ്. കുമ്പളങ്ങ തൊലി കളഞ്ഞ് അതിൻ്റെ ഉള്ളത്തെ പഴുപ്പൊക്കെ നീക്കിയതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞെടുക്കുക. കറിക്ക് വേണ്ടി 2 സവാളയും 2 തക്കാളിയും 4-5 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചെറുതാക്കി അരിഞ്ഞ് മാറ്റി വെച്ചു. കറി ഉണ്ടാക്കാൻ വേണ്ടി ചെറുതാക്കി അരിഞ്ഞ കുമ്പളങ്ങയും സവാളയും തക്കാളിയും പച്ചമുളകും കുറച്ച് പരിപ്പും ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുമ്പളങ്ങ മുങ്ങിക്കടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. കറിയിലേക്കുള്ള തേങ്ങയരപ്പിന് വേണ്ടി തേങ്ങയും ചെറിയ കഷ്ണം ഇഞ്ചി 2 പച്ചമുളക് കുറച്ച് ചെറിയ ജീരകം എടുക്കാൻ ശ്രദ്ധിക്കുക എന്നിവ ചേർത്ത് അരച്ച് വെച്ച് മാറ്റി വെക്കുക. കുമ്പളങ്ങ വെന്തതിൻ്റെ ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ചെറുപയർ കഴുകി എടുക്കണം. തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ച ചെറുപയറാണെങ്കിൽ ഒന്നും കൂടെ സിമ്പിളായിട്ട് ഒറ്റ വിസിലിൽ വേവിച്ചെടുക്കാൻ പറ്റും. വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 3-4 വിസിൽ അടിച്ചെടുത്താൽ മതിയാകും. കഴുകി എടുത്ത ചെറുപയർ കുക്കറിലേക്ക് ഇട്ടു. 3 പച്ചമുളക്, 1 സവാള, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1 സ്പൂൺ ഉപ്പ്, കുറച്ച് വെള്ളം ചേർത്തു. വെള്ളം ചേർക്കുമ്പോൾ കുറച്ചധികം ചേർക്കണം. എന്നാൽ നന്നായി കൂടിപ്പോകാനും പാടില്ല, അപ്പോൾ കറിയാവും. ഇനി അടച്ച് വെച്ച് ഒരു 3-4 വിസിൽ വരെ വേവിച്ചെടുക്കുക. അതിൽ 1ാമത്തെ വിസിൽ വരുന്നത് വരെ ഫുൾ ചൂടിലും അതിന് ശേഷം തീ കുറച്ച് വെച്ച് 2-3 വിസിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ അടുപ്പിൽ സാധനങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് ചോറ്, കറി, പയറുപ്പേരി എന്നിവ ആയിട്ടുണ്ട്. മീൻ ഫ്രൈക്ക് വേണ്ടിയുള്ള മസാല കൂട്ടി വെക്കാം. തലേ ദിവസം തന്നെ മീൻ വാങ്ങിയിരുന്നു. ആ സമയത്ത് തന്നെ മസാല കൂട്ടി വെച്ചതാണ്. ഇതുപോലെ മത്തി നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിലെ കറുപ്പ് കളറെല്ലാം കളഞ്ഞ് സെറ്റാക്കി എടുത്ത് വരട്ട് വെച്ചിട്ടുണ്ട്. മീൻ മസാല കൂട്ടാനായിട്ട് മഞ്ഞളും മുളകും കാശ്മീർ ചില്ലിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഗരം മസാലയും വിനാഗിറും കൂടെ ചേർത്തു. ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് അരച്ചെടുത്താൽ മസാല റെഡിയായി. മത്തിയിൽ തേച്ച് പിടിപ്പിച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ സംഗതി ഉഷാറാവും. മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇതുപോലെ പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിൽ പൊരിച്ച നല്ല അടിപൊളിയാട്ടോ. ഇതുപോലെ കറിവേപ്പിലയും വെച്ച് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില വെച്ചാൽ മീൻ അടി പിടിക്കുകയില്ല. കറിവേപ്പിലയുടെ രുചി മീനിലേക്ക് കയറി നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. മീൻ മുക്കിപ്പൊരിക്കാതെ ഇതുപോലെ കുറഞ്ഞ വെളിച്ചെണ്ണയിൽ ഇതുപോലെ ചെറിയ ചൂടിൽ വേവിച്ചെടുത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. സ്ലോ കുക്ക് ചെയ്തെടുക്കണം. ഇന്നത്തെ സാധനങ്ങളൊക്കെ അടുപ്പിൽ റെഡി ആയിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. മീൻ ഒരു പുറം വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. സ്ലോ കുക്ക് ചെയ്യണം, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ മീനിൻ്റെ പുറം ഭാഗം കരിഞ്ഞു പോവുകയും ഉള്ളിൽ വേവാതിരിക്കുകയും ചെയ്യും. കറിയിലെ കുമ്പളങ്ങയും പരിപ്പുമൊക്കെ വെന്ത് വന്നു. ഇനി നേരത്തെ അരച്ച് വെച്ച തേങ്ങയരപ്പും കൂടെ ചേർത്ത് ഇളക്കി ഒരു ചെറിയ തിളപ്പിച്ചാൽ കറിയും റെഡിയാണ്. കറിയിലേക്ക് വറവിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കടുകും ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ പൊട്ടിച്ചെടുത്ത് കറിയിൽ ചേർത്ത് കൊടുത്തപ്പോൾ കറിയുടെ പരിപാടിയും തീർന്നു. മീനും മുഴുവനായിട്ട് പൊരിച്ചെടുത്തു. ചോറിൻ്റെ വേവ് പാകമായിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറോളം വേവിച്ചെടുത്തിരുന്നു. അധികം ചോറുണ്ടായത് കൊണ്ട് എളുപ്പ പരിപാടിക്ക് ഇങ്ങനെയാണ് ചെയ്യൽ. ഇതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി തീരും. 4 വിസിൽ അടുപ്പിച്ചെടുത്ത ചെറുപയർ വെന്തിട്ടുണ്ട്. ഇനി ചെറുപയറിനും വറവിട്ട് കൊടുക്കണം. നേരത്തെ കറിക്ക് വറവിട്ട പോലെ വെളിച്ചെണ്ണയിൽ കടുക് ഇതൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തപ്പോൾ നല്ല അടിപൊളി ചെറുപയർ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് നല്ല ചോറുണ്ട്, നല്ല കുമ്പളങ്ങ തേങ്ങരച്ച കറിയും പയറുപ്പേരിയും നല്ല അടിപൊളി മത്തി പൊരിച്ചതുണ്ട്. അപ്പോൾ ഇതുപോലെ നാടൻ ഫുഡ് ഉണ്ടാക്കി കഴിച്ചോളി. താങ്ക് യു ഫോർ വാച്ചിങ്.